ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർച്ചന ഡയറീസ്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായി ചെയ്യാൻ പോണേ കേട്ടോ. ഇന്ന് എൻ്റെ ഗ്രാമമായ പാലക്കാട് കോട്ടായിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ അതോടൊപ്പം ഇന്നൊരു വിശേഷമുണ്ട്. ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ് രാവിലെ. അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ കുളം, അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ കുളം. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്, കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ മതിലാണ്. ദയാ നിൽക്കണത് എൻ്റെ അമ്മ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മനോഹരമായ ഗ്രാമം. ആ അറ്റത്താണ് ശിവൻ്റെ അമ്പലം. ഞങ്ങൾ ആദ്യം പോകാൻ പോണത് അയ്യപ്പൻകാവ് ഗ്രാമത്തിലെ മുരുകൻ്റെ അമ്പലത്തേക്കാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ പഴയ അയ്യപ്പൻകാവ് ഗ്രാമം അമ്പലം. അങ്ങനെ ഞങ്ങൾ മുരുകൻ്റെ അമ്പലത്തിൽ തൊഴുതിറങ്ങി. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അടുത്തത് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ് പോകണം. ഇതൊക്കെ ഗ്രാമമാണ്, അയ്യപ്പൻകാവ് ഗ്രാമം. ഇതാണ് എൻ്റെ ഗ്രാമം. ഞങ്ങൾ നേരെ അയ്യപ്പൻകാവിലേക്കാണ് പോണത്. അയ്യപ്പൻ്റെ അമ്പലം ഇത് ബാക്ക് സൈഡാണ്. ഇതിൻ്റെ അപ്പുറത്ത് കൂടെ പോയി നമുക്ക് ഫ്രണ്ട് സൈഡ് കാണാം. നമുക്ക് അയ്യപ്പൻകാവിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവാം. അവിടെ ശിവൻ്റെ അമ്പലമുണ്ട്, ആലൊക്കെ കാണാം. അതാ ആൽമരം. ഇതാണ് അയ്യപ്പൻകാവിൻ്റെ ഫ്രണ്ട് സൈഡ്. വ്യൂ, ഫ്രണ്ട് സൈഡ് വ്യൂ. ഇതാണ് അയ്യപ്പൻകാവിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ. ഞങ്ങളുടെ ആല് അതാ കാണുന്നതാണ് ശിവൻ്റെ അമ്പലം. ഇതാ ശിവൻ്റെ അമ്പലത്തിലേക്ക് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന വഴിയാണ്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ മുരുകൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ട് അതേ ചുറ്റി വന്ന വഴിയാണ്. ഇതാണ് ശിവൻ്റെ അമ്പലം. ഇവിടെ ഞങ്ങൾ അപൂർവമായിട്ടേ വരാറുള്ളൂ. കാരണം ആദ്യമൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഇപ്പോൾ ഒക്കെ വൃത്തിയാക്കി നല്ല വരാൻ പറ്റണ പോലെ ആക്കി. എന്നാലും ബാക്കി വിശേഷം തൊഴുത് വന്നിട്ട് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. പ്രസാദമൊക്കെ കയ്യിൽ നിറഞ്ഞു. ഇനി അടുത്തത് അയ്യപ്പൻകാവിൽ കയറണം. എന്നിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറിയിട്ട് വേണം പോകാൻ. കുഞ്ഞാ ഹായ് പറയൂ ഫ്രണ്ട്സിനോട്.
പൈസ മേടിക്കൂ, ഞാൻ പൈസ മേടിക്കും. രണ്ട് ഞങ്ങൾ അയ്യപ്പൻകാവിൻ്റെ ഉള്ളിൽ തൊഴുതിട്ട് നമുക്ക് കൃഷ്ണനമ്പലത്തിൽ പോവാം. ഓക്കെ. ഹലോ ഗൈസ്, നമ്മളെങ്ങനെ അയ്യപ്പൻകാവിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനി നമ്മളെങ്ങടാ പോണത്? ക്രിസ്ത്യൻ്റെ അമ്പലത്തിൽ. യെസ്. കയ്യിൽ മൊത്തം പ്രസാദം. കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് പോണത്. മുരുകൻ്റെ അമ്പലം, അതാ ശിവൻ്റെ അമ്പലം, അതാ അയ്യപ്പൻകാവ്. ഞങ്ങൾ 4 അമ്പലത്തിൻ്റെ നടുവിലാണ് താമസിക്കണത് അല്ലേ? ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം. ഞങ്ങൾ കൃഷ്ണ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. കയറി വന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ ഞങ്ങൾ എല്ലാ അമ്പലങ്ങളിലും തൊഴുതിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങണത് ഇങ്ങനെയാണ്. പിന്നെ പിറന്നാളാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അമ്പലങ്ങളിൽ പോയി തൊഴുക, പിന്നെ പായസം, ചെറിയ സദ്യ, ഇതൊക്കെയാണല്ലോ. എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കുമല്ലോ. ബർത്ത്ഡേക്കല്ലേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം നേരെ തിരിച്ചാൽ ഞങ്ങൾക്ക് മോന് കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പായസം ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കണം. അല്ലേ കുഞ്ഞു? പറയൂ. ആണ്. വേറെ എന്താ പറയും? അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവണം. ബാക്കി വീട്ടിലേക്കുള്ള വഴി, ബാക്കിയുള്ള വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് കാണിച്ചു തരാം. ഇഡ്ഡലി, ചട്നി, അമ്പലത്തിൽ പായസം, ഇത് അയ്യപ്പൻ്റെ എള്ള് പായസമാണ്. ഹായ് ഗൈസ്, കറണ്ട് പോയി രാവിലെ തന്നെ. ദേ മോൻ പ്രസാദവും ഇഡ്ഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും കഴിക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി ഉച്ചക്കിലത്തെ ചെറിയ സദ്യ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഞങ്ങളൊന്ന് തൊടി കൂടെ ഒന്ന് നടന്നിട്ട് വരാം. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ വരും. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന തറവാട്. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് നടക്കാം. ഇവിടെ പാമ്പങ്കാവുണ്ട്. ആ കാണുന്നത് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഓടാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പിറന്നാൾ ആഘോഷം എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഞങ്ങൾ ഉച്ചക്കിലേക്ക് ചെറിയ സദ്യ, പിന്നെ പായസമാണ് വെക്കാറ് പിറന്നാളിന്. ബർത്ത്ഡേക്കാണല്ലോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുക. പക്ഷേ മോന് ഇപ്രാവശ്യം കേക്ക് വേണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പായസം പിന്നെ അമ്പലത്തിൽ കഴിപ്പിച്ച കാരണം ഒരു പായസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ
എങ്ങനെയാണെന്നൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യും. പിന്നെന്താ, ഇനി കുറച്ച് നേരം കുഞ്ഞിൻ്റെ കളിയായിരിക്കും. നിങ്ങൾ ഉച്ചക്കിലത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം. പഴയ കാലത്തെ ഓരോ കളികളൊക്കെ പൊടി തട്ടി എടുക്കുന്നുണ്ട്. അമ്മമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. കുഞ്ഞത് എന്താ അത് കുഞ്ഞാ? അമ്മമ്മ ഇങ്ങനെ ശബ്ദം കേട്ടു. വാ, അതാ തെറിച്ചു പോയില്ലേ? അത് വെക്കാൻ പറ്റും. എടുക്കോ. ഇതൊക്കെയാണ് കളികൾ. ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്കയും മാങ്ങയൊക്കെ ആയോ? ഞങ്ങളിതാ ചക്കപ്പണിയിലാണ്. ഒക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കാൻ പോവണം. വെയിലാവണതിന് മുന്നേ അത് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലത്തെ പണി ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരാക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കപ്പണി ഇത് ഏകദേശം ഈ പരിവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നുറുക്കിയിട്ട് വറുത്തെടുക്കണം. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. Happy birthday to you, Jagat Krishnan. Happy birthday to you. നമ്മുടെ ചക്കപ്പണി ഏകദേശം നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കുറച്ചും കൂടി. മോനത് അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട്. ചക്ക വറുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടാൻ്റെ പണി നടക്കുന്നുണ്ട്. ചക്ക എലിശ്ശേരി, കുറച്ച് നാരങ്ങ വെള്ളം കലക്കാൻ പോകണം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഡ്രീം കേക്ക് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? സൂപ്പർ ഡായി. ഇതിനൊക്കെ മ്യൂസിക്. കുഞ്ഞനുണ്ടാക്കിയ വീട്. പണിത്തിരക്കിന്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞന്റെ ഒരു ഭജന കേട്ടാലോ? വനമാലി വാസുദേവ ജഗമോദന രാധാരമണ 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 വന ശശിവദന സനസിതരേണ ജഗമോദന രാധാരമണ രാധാരമണ രാധാരമണ. എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ കമന്റ് ചെയ്യണം കേട്ടോ. സോറി. ഇത് നമുക്ക് ലോലിപോപ്പ് ആയിട്ട് നനയ്ക്കാൻ പറ്റും. ലോലിപോപ്പ്, കുഞ്ഞനുണ്ടാക്കിയ ലോലിപോപ്പ്.
അപ്പം എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇനി സദ്യ കഴിക്കണം കുറച്ച് കഴിഞ്ഞാൽ. ഞങ്ങളുടെ അവിടെയൊക്കെ പിറന്നാളായാൽ പിറന്നാൾ കുട്ടിക്ക് കണ്ണെഴുതി കൊടുക്കും. നിങ്ങളുടെ അവിടെ അങ്ങനത്തെ ആചാരങ്ങളുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വരൂ. നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. പിറന്നാൾ കുട്ടിക്ക് വിളമ്പുകയാണ് കേട്ടോ. കുറച്ച് ചക്ക വറുപ്പം, ഇഞ്ചിത്തൈര്, ഓലൻ, കുറച്ച് എലിശ്ശേരി വിളമ്പാം. നിങ്ങൾക്ക് ചോറിട്ടിട്ട് മോരൊഴിച്ച് വിട്ടാകുമ്പോൾ പപ്പടം എടുക്കട്ടെ. നമുക്ക് ചോറ് വിളമ്പാൻ പോവാണ്. ഞാൻ ചൂടെല്ലാം വിളമ്പി ഇനി ഓരോ ഇട്ടാണ് വെച്ചാൽ കഴിച്ചോളൂ. ഒരു വായി കഴിക്കൂ. ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇന്ന് അമ്പലങ്ങളിലൊക്കെ തൊഴാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് കാണിച്ചു തരാം. ഹലോ, നമ്മൾ കുറച്ച് അമ്പലത്തിൽ പോവാൻ, പിന്നെ അമ്മയ്ക്ക് ആൻറ്റീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതായി. നമ്മളങ്ങനെ നടന്നോണ്ടിരിക്കുക. നടന്ന് എത്താറായിട്ടുണ്ട് ഗായ്സ്. നമ്മളെവിടേക്കാണ് പോണത്? ചെമ്പൈ ഗ്രാമം. ചെമ്പൈ ഗ്രാമത്തിൽ നമ്മളിപ്പോൾ പോകാൻ പോകണം, അടുത്ത അമ്പലത്തിലേക്ക്. ഇതാണ് നമ്മുടെ ചെമ്പൈ ഗ്രാമം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതൻ്റെ പ്രതിമ ഉള്ള സ്ഥലം, വീട്. എല്ലാ കൊല്ലവും യേശുദാസ് ശിവരാത്രിക്ക് വന്ന് പാട്ട് പാടാറുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് വർഷമായിട്ട് വരാൻ പറ്റാറില്ല. അപ്പോൾ മകനാണ് വരാറ്. പ്രശസ്തമായ കലാകാരന്മാരൊക്കെ വരാറുണ്ട്. എന്താ വൈദ്യനാഥ ഭാഗവതരുടെ പ്രതിമ. അവിടെ അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ. നമ്മുടെ
എൻ്റെ അമ്പലം ശിവൻ്റെ ഇതാണ് ചെമ്പൈ ശിവക്ഷേത്രം. നമ്മൾ പെരുങ്ങളങ്ങര ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ കുട്ടികളുടെ കളിയാണ്. നല്ലൊരു കുളമൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാ കുളം, ഇത് അമ്പലക്കുളമാണ്. അമ്പലക്കുളം, ആ അമ്പലം. ഇങ്ങനെ ഞങ്ങൾ പെരുങ്ങളങ്ങര അമ്പലത്തിൽ തൊഴുതിറങ്ങി. ഇതിപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇത് കഴിഞ്ഞ് ശിവൻ്റെ അമ്പലത്തിൽ, ചെമ്പൈ അമ്പലത്തിലും കൂടി തൊഴണം, എന്നിട്ട് വീട്ടിലേക്ക് പോകും. ഓക്കെ. ഇന്ന് പ്രദോഷമാണ് ഗൈസ്. ഓം നമഃ ശിവായ. ചെയ്ത് അങ്ങനെ സംഭാരം വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാ. ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ അപ്പോൾ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇതേ 2 സംഭാരമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. അതുവരേക്കും ബൈ ഫ്രം അസ്ന ഡയറീസ്. ഹാവ് എ നൈസ് ഡേ.